അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്റർവ്യൂവിന് ലാൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. ആ ഇന്റർവ്യൂ ചിലപ്പോൾ പൊട്ടിപ്പോകും, മര്യാദ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഈ ഒരു സിസ്റ്റത്തിന് വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ഡ്രിവൺ വേൾഡ് ആണ്, ഇൻഫർമേഷൻ റിച്ച് ആണ്, കണ്ടന്റുകൾ നമ്മളൊക്കെ ഫീഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ടു മെനി ചോയ്സ് ആണ് നമുക്ക്. നമ്മൾ കരിയർ ബിൽഡ് ചെയ്യാനും നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ പഠിക്കാനും ഒരുപാട് ചോയ്സ് നമുക്ക് ഇട്ടിരുന്നുണ്ട്. അതിന് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിലൊരു ഫോക്കസ്ഡ് എഫേർട്ട് ഒരുപാട് കാലത്തേക്ക് നമ്മുടെ ടൈമും എനർജി ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരും അത്രയും ടൈമും എനർജിയും ഫോക്കസ് ആയിട്ട് സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നമ്മളൊരു എക്സ്പേർട്ട് ആയിട്ട് മാറും. അങ്ങനെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫീൽഡിൽ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാനും ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് ഔട്ട്കം ആയിട്ട് വരുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും എക്സെപ്ഷണൽ ആയിരിക്കും. ആ പ്രോഡക്റ്റിന് വാല്യൂ ഉണ്ടാവും. ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളവിടെ കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ എക്സ്പെർട്ടൈസിനും ഈ പൊതുജനങ്ങളവിടെ കാത്തു നിൽക്കുകയാണ്. അത് നമുക്ക് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും. രണ്ട് കേസ് സ്റ്റഡി പറയാം. ഇപ്പോൾ ജോബാണെന്ന് വിചാരിക്കുക. നമുക്ക് ഒരു പർപ്പസ് ഉണ്ട്, എനിക്ക് ജോബ് വേണം, എൻ്റെ ഡ്രീം ജോബാണ്. ആ ജോബിലേക്ക് ലാൻഡ് ചെയ്യണം. നമുക്ക് സ്കില്ലുകളൊന്നുമില്ല, നോളജുകൾ വളരെ കുറവാണ്. കോളേജിലൊന്നും കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല, ഫുള്ള് കളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കോളേജിൽ പോയത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ജോബ് ഫസ്റ്റ് ഇന്റർവ്യൂവിന് ലാൻഡ് ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഓൺലൈനായി സെർച്ച് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് ലാൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. ആ ഇന്റർവ്യൂ ചിലപ്പോൾ പൊട്ടിപ്പോകും, മര്യാദ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോരാ, എൻ്റെ ലിസണിങ് സ്കില്ല് പോരാ, സ്പീക്കിംഗ് സ്കില്ലും പോരാ. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് ആ ഒരു സ്കില്ല് സ്വയം പ്രാക്ടീസ് ചെയ്യാം, അപ്പ് സ്കില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പ് സ്കില്ല് ചെയ്തിട്ട് രണ്ടാമത്തെ ഇന്റർവ്യൂവിലേക്ക് പോകുമ്പോൾ ആ ഇന്റർവ്യൂവിൽ കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ കഴിയും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബെനിഫിറ്റ് കണ്ടുണ്ട്, ഇന്റർവ്യൂ എക്സ്പീരിയൻസ് കിട്ടും, നമുക്ക് നോളജും ഇംപ്രൂവ് ആവും. രണ്ടാമത്തെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേഷൻ ആണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിനായിട്ട് വളരെ മാച്ചായി പോകുന്ന ഒരു കേസ് സ്റ്റഡിയാണ് കണ്ടന്റ് ക്രിയേഷൻ. കണ്ടന്റ് ക്രിയേഷനെ പറ്റി ചിന്തിച്ച് നോക്കിയാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഒരു ഡിഗ്രി ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റെക്കോർഡിംഗ് ആയാലും ഫിലിമിംഗ് ആയാലും ലൈറ്റിംഗ് ആയാലും സൗണ്ട് ആയാലും ഒരുപാട് കാര്യങ്ങൾ, വീഡിയോ ക്യാമറ കോൺഫിഡൻസ്, നമ്മളെ സ്കില്ല്, സംസാരിക്കാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നില്ലെങ്കിൽ 2-3 വർഷം അതും ഫുള്ള് പഠിച്ചതിന് ശേഷം ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും. ആ 2-3 വർഷം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു, അങ്ങനെ സ്കിൽ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ കണ്ടന്റ് ക്രിയേഷനിലേക്ക് പോയിട്ടില്ലെങ്കിൽ ആ ടൈം അവിടെ വേസ്റ്റ് ആണ്. എഫക്റ്റീവ് യൂസ് അല്ല. വേസ്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എഫക്റ്റീവ് യൂസ് അല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നു. പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ലോ ക്വാളിറ്റി വീഡിയോ കിട്ടും, വ്യൂസ് കുറവായിരിക്കും. വ്യൂസ് കുറവായ ആ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് കൂടുതൽ നമ്മൾ അപ്പ് സ്കിൽ ചെയ്യും. നമ്മൾ റെക്കോർഡിംഗ് എബിലിറ്റി കൂടും, നമ്മൾ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ എഡിറ്റിംഗ് സ്റ്റൈൽ മാറ്റാൻ തുടങ്ങും. അങ്ങനെ രണ്ടാമത്തെ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യും, ക്വാളിറ്റി ഒന്നുകൂടി കൂടും. അങ്ങനെ നമ്മൾ അപ്പ് സ്കില്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ അപ്പ് സ്കില്ല് ചെയ്യും, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ പഠന രീതിയും സ്കിൽ ഡെവലപ്മെൻറ്റ് രീതിയും ഏത് ഫീൽഡായാലും ഡെവലപ്പ് ചെയ്താൽ വളരെയധികം എഫക്റ്റീവ് യൂസ് ഓഫ് ടൈം ആൻഡ് എനർജി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മീനിങ് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും കഴിയും.